പാം ജബ്ലാലി, മാരിടൈം സിറ്റി, റാഷിദ് ജോൺസൺ മറീന, ദുബായ് ഐലൻഡ്സ്. ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ തലവര മാറ്റാൻ പോകുന്ന ലൊക്കേഷൻസ് ആണ് ഈ പറയുന്നതെല്ലാം. ഇനി ഈ സ്ഥലങ്ങളിൽ നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല റിട്ടേൺസ് കിട്ടും, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെ പ്രൊജക്റ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ കറന്റ് റെന്റൽസ് എന്താണ്, ഇനി അവിടുത്തെ ഫ്യൂച്ചർ പരിപാടികൾ എന്താണ് എന്നൊക്കെ പറയുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പാം ജബ്ലാലി എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെൻറ്റ് ക്ലയൻറ്റ് ബേസിലാണ്. അത് 20 മില്യൺ ദിറംസ് എബോവ് ആണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് പോകുന്നത്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഇനി പിന്നീട് ചെയ്യുന്നുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ദുബായ് മാരിടൈം സിറ്റി, അതുപോലെ തന്നെ മിന റാഷിദ്, ദുബായ് ഐലൻഡ്സ് എന്നീ സ്ഥലങ്ങളിൽ വരാൻ പോകുന്ന പ്രൊജക്റ്റുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന മാരിടൈം സിറ്റിയും വേൾഡ് ഐലൻഡിനെയും കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പോർട്ട് റാഷിദ് അഥവാ മിന റാഷിദിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ ഒരു പോർട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ മാരിടൈം സിറ്റിയും അതുപോലെ തന്നെ വേൾഡ് ഐലൻഡും വരാൻ കാരണം. ഇനി ഈ പറയുന്ന പോർട്ട് റാഷിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ്, അതായത് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1900, അതായത് 1900s തന്നെ ദുബായിൽ ഈ ഡേര എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പോർട്ടായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഫേമസ് ആയിട്ടുള്ള പോർട്ടിന് ചുറ്റുഭാഗത്തായിട്ട് ലോകത്തു നിന്ന് പല ഭാഗത്തു നിന്നുള്ള മർച്ചൻസ് വരികയും ഇവിടെ സെറ്റിൽ ആവുകയും ഇവിടെ നിന്ന് ബിസിനസ്സുകൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ 1950-കൾക്ക് ശേഷം, അതായത് ഇപ്പോഴുള്ള നമ്മളുടെ റൂളറിന്റെ ഫാദർ, അതായത് ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് എന്ന് പറഞ്ഞിട്ടുള്ള റൂളർ 1958-ന് ശേഷം വരികയും ആ 1958-ന് ശേഷം വന്ന ആ റൂളറിന്റെ വിഷൻ പ്രകാരം ദുബായ് ഒരു വേൾഡ് മാർക്കറ്റ് ആക്കി മാറ്റണം, വേൾഡ് ട്രേഡ് മാർക്കറ്റ് ആക്കി മാറ്റണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അങ്ങനെ അദ്ദേഹം മറ്റ് രാജ്യത്തുള്ള വിദേശത്തുള്ള ആളുകളുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു പോർട്ട് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. 4 ബർത്തുള്ള ഒരു പോർട്ടായിരുന്നു ഇവിടെ പോർട്ട് റാഷിദിൽ അവർ ആദ്യം ഡിസൈൻ ചെയ്തത്. അതിനുശേഷമാണ് ദുബായിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നത്. അങ്ങനെ ഓയിലിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും സമ്പത്ത് കൂടുകയും ചെയ്ത സമയത്ത് ഈ 4 ബർത്തുള്ളതിനെ ഒരു 30 ബർത്തുള്ള ഒരു പോർട്ടാക്കി മാറ്റുകയും അങ്ങനെ 1970 ആദ്യത്തെ കപ്പൽ ഇവിടെ വരികയും ചെയ്തു. അങ്ങനെ 1970 പോർട്ട് റാഷിദ് നിലവിൽ വന്നു. ഈ പോർട്ട് റാഷിദ് നിലവിൽ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വരികയും അദ്ദേഹം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ഹാർബർ പണിയണം എന്ന തീരുമാനത്തിൽ ജബ്ലാലിയിൽ പുതിയ ഹാർബർ പണി. ആ സമയത്ത് ഇവിടെയുള്ള കാർഗോ ഓപ്പറേഷൻസ് കംപ്ലീറ്റ്ലി ജബ്ലാലിയിലേക്ക് മാറ്റി. അതിനുശേഷം വന്ന ഈ സ്ഥലത്ത് ഒരു വാട്ടർ ഫ്രണ്ട്, അർബൻ വാട്ടർ ഫ്രണ്ട് കമ്മ്യൂണിറ്റി ലിവിങ് ഇത് കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. പിന്നെ പോരാത്തത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. പോർട്ട് റാഷിദ് ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ദുബായിൽ മാരിടൈം സിറ്റി വന്നത്. കാരണം പോർട്ട് റാഷിദിൽ വരുന്ന കപ്പലുകളുടെ, അതായത് മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നതും അതുപോലെ പുതിയ കപ്പൽ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ പുതിയ യോട്ടുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളായിട്ടാണ് ഈ സ്ഥലം ആദ്യം അവർ കൊണ്ടുവന്നത്. ഇതൊക്കെ ഇവിടെ നിർത്തി വെച്ചിട്ട് നമുക്ക് ഈ വേൾഡ് ഐലൻഡിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. 2004 നഖീൽ ഈ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുന്നത്. പാം ദേര എന്നായിരുന്നു ഇതിന്റെ പേര്. ആ സമയത്ത് നഖീൽ 2007 ആവുന്ന സമയത്തേക്ക് ഏകദേശം 20% പണി കംപ്ലീറ്റ് ആവുകയും 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്ത് ഈ ഒരു പ്രോജക്റ്റ് അവർ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 2013 കാലഘട്ടത്തിൽ വീണ്ടും ഈ ഒരു പദ്ധതിക്ക് ചിറക് മുളയ്ക്കുകയും അതിന് വീണ്ടും ഇവർ റീബ്രാൻഡ് ചെയ്തു. അതായത് ദുബായ് ഐലൻഡ്സ് എന്ന പേര് മാറ്റുകയും ചെയ്തിട്ടാണ് ഇവർ വീണ്ടും ഇതാക്കിയത്. 2022 ആയ സമയത്തേക്ക് നഖീൽ ഇതിന്റെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നഖീൽ ആദ്യമായിട്ട് ഈ ഒരു കാണുന്ന ഭാഗത്ത് അവർ ആദ്യമായിട്ടുള്ള പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുകയും ചെയ്തു. ദുബായ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ 150 മില്യൺ സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. ഇതിന് ഏതാണ്ട് 5 ഐലൻഡുകളാണ് വരുന്നത്. ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള 5 ഐലൻഡ്സ് ആണ് അവർ കൊണ്ടുവരുന്നത്. 21 കിലോമീറ്ററോളം ബീച്ച് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 5 മറീനാസ് കൊണ്ടുവരുന്നുണ്ട്. 80ഓളം ഹോട്ടൽസ് വരുന്നുണ്ട്, റിസോർട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ 2 ഗോൾഫ് കോഴ്സും ഉണ്ട്. ഇനി നമുക്ക് റാഷിദ് ജോൺസൺ മറീനയെ പറ്റി നോക്കാം. റാഷിദ് ജോൺസൺ മറീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MRന്റെ മാസ്റ്റർ കമ്മ്യൂണിറ്റിയാണ്. ഇവിടെയാണ് ഇവർ ഏറ്റവും വലിയ മറീന കൊണ്ടുവരാൻ പോകുന്നത്. ഏതാണ്ട് 500ഓളം യോട്ടുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു മിഡ് റൈസ് കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ ഒരുപാട് ഗ്രീനറി ഉണ്ട്, ഒരുപാട് വേൾഡ് ക്ലാസ്, അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുന്ന സ്വിമ്മിംഗ് പൂളൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട്. 2019-2020 കാലഘട്ടത്തിൽ റാഷിദ് ജോൺസൺ മറീനയിൽ ഒരു സ്ക്വയർ ഫീറ്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 1800 മുതൽ 2000 ദിറംസ് വരെയായിരുന്നു പെർ സ്ക്വയർ ഫീറ്റിന്റെ പ്രൈസ്. ഇന്ന്, അതായത് 2024 അവർ അവസാനമായിട്ട് ലോഞ്ച് ചെയ്തതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് പെർ സ്ക്വയർ ഫീറ്റിന് 3100 മുതൽ 3300 വരെയാണ് പെർ സ്ക്വയർ ഫീറ്റിന് പ്രൈസ്. അത് MR ആണ്, MRന്റെ മാസ്റ്റർ കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാം, അതായത് ഇന്ന് നമ്മൾ മറീനയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് യോട്ടുകളൊക്കെ നിർത്തിയിട്ട് കാണാം. ഇങ്ങനെയുള്ള വലിയ യോട്ടുകൾ, അതുപോലെ തന്നെ അത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എല്ലാം കൊണ്ടുവരുന്നുണ്ട്.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ദുബായിലേക്ക് എല്ലാ ടൂറിസ്റ്റുകളും വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ എയർ ആണ്. അപ്പോൾ ദുബായ് ഇന്നേ വരെ ടച്ച് ചെയ്യാത്ത ഒരു പോയിന്റ് ആണ് ഇന്റർനാഷണൽ ക്രൂയിസ് ടൂറിസം. അതിന് ദുബായ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ അത്ര ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ദുബായ് ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമാണ് ദുബായിലുള്ള ഈ പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ ക്രൂയിസ്. ഇവിടെ ഒരു ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലും കൂടി അവർ കൊണ്ടുവരുന്നുണ്ട്. ഈ ക്രൂയിസ് ടെർമിനലിൽ വരുന്ന, അതായത് ഈ ക്രൂയിസുകളിലൊക്കെ 3-4 മാസമൊക്കെ വെക്കേഷന് വേണ്ടി പോകുന്ന ആളുകൾക്ക് സ്പെൻഡിങ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് റാഷിദ് ജോൺസൺ മറീനയിൽ ലോ റൈസ് മിഡ് റൈസ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും അവിടെ ഒരുപാട് റീറ്റെയിൽസും അതുപോലെ തന്നെ പ്രോമിനാഡ്, അതുപോലെ തന്നെ ലേഷ്യർ ആക്ടിവിറ്റീസ്, റിസോർട്ട് ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ ഞാൻ അത് ആദ്യമേ പറഞ്ഞ സ്ഥിതിക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കൂടുതൽ ഹോട്ടൽസ് കൊണ്ടുവരുന്നത്, ഇവിടെ ഇത്രയും വലിയ ലേഷ്യർ ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇതിന് തൊട്ടടുത്തുള്ള മാരിടൈം സിറ്റിയും ഒരു ഇമ്പോർട്ടൻസ് ആയി വരുന്നത്. ഇനി നമുക്ക് മാരിടൈം സിറ്റിയെ പറ്റി പറയാം. ദുബായ് മാരിടൈം സിറ്റി ഏതാണ്ട് 20 മില്യൺ സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ലാൻഡ് പാർസൽ എന്ന് പറഞ്ഞാൽ ഇതൊരു മിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനി ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് കൊമേഴ്ഷ്യൽ, റെസിഡൻഷ്യൽ ആൻഡ് ലേഷ്യർ ആക്ടിവിറ്റീസിന് 2022 ലോകത്തുള്ളതിൽ വെച്ച് ബെസ്റ്റ് മറീൻ ഹബ്സിൽ ഒന്നായിട്ട് ദുബായ് റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി മാരിടൈം സിറ്റിയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഷിപ്പ് മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ യോട്ട് മാനുഫാക്ചറിങ്, യോട്ട് റിപ്പയറിങ്, അതുപോലെ ഷിപ്പ് റിപ്പയറിങ്, അതുപോലെ ദുബായ് മാരിടൈം സ്കൂള്, ഇങ്ങനെയുള്ള മാരിടൈം ക്യാമ്പസുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഫ്യൂച്ചറിൽ അവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഇനി എന്തുകൊണ്ടാണ് ദുബായിലുള്ള വാട്ടർ ഫ്രണ്ട് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ വാട്ടർ ഫ്രണ്ട് അപ്പാർട്ട്മെന്റ്സ് പ്രോപ്പർട്ടീസിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മാത്രം ആളുകൾ സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 2015 ബ്ലൂ വാട്ടേഴ്സ് ലോഞ്ച് ചെയ്ത സമയത്ത് പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ് 2000 ദിർഹംസ് ആയിരുന്നു. ഇന്ന് അവിടെ കറന്റ് പ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4000 to 6000 ദിർഹംസ് ആണ് പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ് പോകുന്നത്. 2019 MR ബീച്ച് ഫ്രണ്ട് ലോഞ്ച് ചെയ്തത് പെർ സ്ക്വയർ ഫീറ്റിന് അറൌണ്ട് 2100 ആണ്. ഇന്ന് അവിടെ ട്രേഡ് ചെയ്യുന്നത് 4000-5000 ദിർഹംസ് പെർ സ്ക്വയർ ഫീറ്റിനാണ്. 2005 പാം ജുമേറ ലോഞ്ച് ചെയ്ത സമയത്ത് അറൌണ്ട് 1000 ദിർഹംസ് ആയിരുന്നു പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ് ഉണ്ടായിരുന്നത്. ഇന്ന് അവിടെ ട്രേഡ് ചെയ്യുന്നത് 10,000 to 15,000 ദിർഹംസ് പെർ സ്ക്വയർ ഫീറ്റിനാണ്. ഇനി ഇതിന് തൊട്ടടുത്തുള്ള ബുൾഗാരിയ ഐലൻഡ്സ് അത് ലോഞ്ച് ചെയ്ത സമയത്ത് 3000 ദിർഹംസ് ആയിരുന്നു പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ്. ഇന്ന് അവിടെ സെല് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറൌണ്ട് 12,000 ദിർഹംസ് അല്ലെങ്കിൽ 15,000 ദിർഹംസ് ആണ് പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ നമ്മളുടെ കണ്ണിന് മുന്നിലുള്ളതാണ്. അതായത് മുമ്പ് കഴിഞ്ഞത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ടർ ഫ്രണ്ട് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടീസ് ഇത്രമാത്രം അപ്രീഷിയേറ്റ് ആവുന്നുള്ളത്. ഇതുകൊണ്ടാണ് വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടീസിന് എപ്പോഴും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ വിറ്റ് തീരുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇനി നമ്മൾ മാരിടൈം സിറ്റി വേണോ, അതല്ലാന്നുണ്ടെങ്കിൽ റാഷിദ് ജോൺസൺ മറീന വേണോ, അല്ലെങ്കിൽ ദുബായ് ഐലൻഡ്സ് വേണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു കൺക്ലൂഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കറന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പോൾ നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാഷിദ് ജോൺസൺ മറീനയിൽ വലിയ അവൈലബിളോ അല്ലെങ്കിൽ പുതിയ ലോഞ്ചുകളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് മാരിടൈം സിറ്റിയാണ്. ഈ മാരിടൈം സിറ്റിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് ഡെവലപ്പറുള്ളൂ. ഒന്ന് ബിയോണ്ടും പിന്നെ ഒന്ന് ഡെമാക്കും. ഇതിൽ ബിയോണ്ടിന്റെ കാര്യം നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. ബിയോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒമിനിയാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ സിസ്റ്റർ കൺസേൺ ആണ് ബിയോണ്ട്. ബിയോണ്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ അവരുടെ ഒരു ലക്ഷറി കമ്മ്യൂണിറ്റിയാണ് കൊണ്ടുവരാൻ പോകുന്നത്. അവർ കൊടുത്തിട്ടുള്ള ഫോട്ടോയിൽ കാണുന്ന പോലെയുള്ള വലിയ സംഭവങ്ങൾ അവർ കൊണ്ടുവരികയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും ദുബായിയുടെ മോസ്റ്റ് അട്രാക്റ്റീവ് പാർട്ട്. ഈ ദുബായ് മാരിടൈം സിറ്റിയിൽ ഏതാണ്ട് 67% മെജോറിറ്റി പ്ലോട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയോണ്ടിന്റെ കയ്യിലാണ്. ഈ ബിയോണ്ട് ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബിയോണ്ട് ഇപ്പോൾ ഇവിടെ 3-4 പ്രൊജക്റ്റുകൾ അവർ ലോഞ്ച് ചെയ്തു. ഈ ലോഞ്ച് ചെയ്ത പ്രൊജക്റ്റ് എല്ലാം കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആണ്. അവർ കൊണ്ടുവന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു ഇൻവെസ്റ്റേഴ്സിന്റെ ഫ്രണ്ടിലേക്ക്. 2800 അല്ലെങ്കിൽ 2600 ദിർഹംസ് ആയിരുന്നു പെർ സ്ക്വയർ ഫീറ്റിന് അവർ പ്രൈസ് കൊണ്ടുവന്നിരുന്നത്. ആ സമയത്ത് തന്നെ അതെല്ലാം വിറ്റു. ആദ്യം സാരിയ കൊണ്ടു, ഒറൈസ്, പിന്നെ സെൻസിയ, അതിനുശേഷം മ്യൂറൽ, ഇത്രയും പ്രൊജക്ട്സ് വന്നു. ബിയോണ്ട് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17ഓളം ടവേഴ്സ് ആണ്. ഒരു ലക്ഷറി കമ്മ്യൂണിറ്റി തന്നെയാണ് അവർ കൊണ്ടുവരുന്നത്. അതിൽ ഗ്രീനറി ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പേര് അവർ സ്വന്തമായിട്ട് മാറ്റാൻ പോകുന്നു എന്ന് പറയുന്നു. അത് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ അവർ മോള് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുക, നമ്മളുടെ ഒരു ലക്ഷറി ആയിട്ടുള്ള ബീച്ച് ക്ലബ്ബ് കൊണ്ടുവരുന്നുണ്ട്, മറീനാസ് കൊണ്ടുവരുന്നുണ്ട്, മാൻമെയ്ഡ് ബീച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ബിയോണ്ടിന്റെ ആളുകൾക്ക് മാത്രമായിരിക്കും ആക്സസ് ഉണ്ടാവുമെന്ന് അവർ പറയുന്നു. ഇനി നമുക്ക് ഡെമാക്കിന്റെ കാര്യം നോക്കാം. ഡെമാക്ക് ഇവിടെ ആയിട്ടാണ് ഡെമാക്കിന്റെ പുതിയ പ്രോജക്റ്റ് വരുന്നത്. ഡെമാക്കിന്റെ ചെൽസി റെസിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഡെമാക്കിന് അറിയാം ഇവിടെ ഉള്ളത് ബിയോണ്ട് ആണ്. അവരായിട്ട് കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് പ്ലാന് അതുപോലെ തന്നെ ക്വാളിറ്റിയിലും അവർ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് അവർ ചെൽസി പോലത്തെ ഒരു ബ്രാൻഡുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് വരുന്നത്. നമ്മളുടെ ബിയോണ്ടിന്റെ പേയ്മെന്റ് പ്ലാൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് 50-50 ആണ് അവരുടെ പേയ്മെന്റ് പ്ലാൻ. ഒരു വർഷത്തിൽ 10% മാത്രമാണ് നമ്മൾ അടയ്ക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ
ഡെമാക്ക് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 60-40 എന്നുള്ള പേയ്മെന്റ് പ്ലാനാണ്. ഡെമാക്കിന്റെ നോർമൽ പേയ്മെന്റ് പ്ലാൻ 70-30 ആണ്, അതല്ലെങ്കിൽ 75-25. ഇതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ കൊടുക്കുന്ന ഒരു ഓഫർ പോലെയാണ് അവർ പറയുന്നത്. സോ ഇവിടെ 2 പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ ബിയോണ്ടിന്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള യൂണിറ്റ്സുകൾ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആണ്. അവരുടെ പ്രൊജക്റ്റ് ഒക്കെ ലോഞ്ച് ചെയ്യുന്ന ദിവസത്തിൽ തന്നെ സോൾഡ് ഔട്ട് ആവും. ഇനി ഡെമാക്കിന് ഇപ്പോൾ EOE എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇനി ഡെമാക്കിന്റെ ഒരു സാന്നിധ്യം നമുക്ക് ഈ മാരിടൈം സിറ്റിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെമാക്കിന് ഓൾറെഡി 2 പ്രൊജക്റ്റ് അവർ അനൗൺസ് ചെയ്തു, അത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കോറൽ റീഫും പിന്നെ ഒന്ന് ഹാർബർ ലൈൻസും. പിന്നെ ഡെമാക്ക് കൊണ്ടുവരുന്നത് ഈ സ്ഥലത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെൽസി റെസിഡൻസ്. അപ്പോൾ ഈ ചെൽസി റെസിഡൻസിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2.17 മില്യൺ ദിറംസിനാണ് ഒരു 1 ബെഡ്റൂമിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫ്രണ്ട് ലോഡഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവുക. ഇതിൽ ഓൾമോസ്റ്റ് 6 ടവേഴ്സ് വരുന്നുണ്ട്. അതിൽ 2 ടവേഴ്സ് ഇന്റർ കണക്റ്റഡ് ആയിരിക്കും, 2 ടവേഴ്സ് സ്റ്റാൻഡ് അലോൺ ആയിരിക്കും. ഇതിൽ അവർ കൊണ്ടുവരുന്ന അമ്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെമാക്കിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് തരുന്ന, അല്ലെങ്കിൽ അമ്യൂണിറ്റീസ് ഏറ്റവും കൂടുതൽ തരുന്ന ഒരു ഡെവലപ്പറാണ് ഡെമാക്ക്. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റിൽ അവർ റൂഫ് ടോപ്പിൽ ഒരു ചെൽസി ബ്രാൻഡ് ചെയ്തിട്ടുള്ള, അതായത് ഒരു ഫുട്ബോൾ ക്ലബ്ബ് കൂടി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ചെൽസി ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ അപ്പാർട്ട്മെന്റിനുള്ളിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പ്രോജക്റ്റിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, അതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ബിയോണ്ടിന്റെയും അതുപോലെ തന്നെ ഡെമാക്കിലും എടുക്കുമ്പോൾ തമ്മിലുള്ള ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമാക്കിൽ നമുക്ക് പെർ സ്ക്വയർ ഫീറ്റിന് അറൌണ്ട് 2900 വരെയൊക്കെയാണ് പ്രൈസ് വരുന്നത്, 2900 to 3000 ദിറംസിന് താഴെ. ഇനി അതുപോലെ നമ്മൾ ബിയോണ്ടിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 3000 ദിറംസ്, 3200 മുതൽ 3600 ദിറംസ് വരെ നമ്മൾ പെർ സ്ക്വയർ ഫീറ്റിന് പ്രൈസ് കൊടുക്കേണ്ടി വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലക്ഷറി ലൈഫ് സ്റ്റൈലിനും അതുപോലെ തന്നെ അവരുടെ അമ്യൂണിറ്റീസിനും മാത്രം. ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് വരുന്നത്. ഒരു ടവറിൽ മാക്സിമം പോയാൽ 300 മുതൽ 400 യൂണിറ്റ് വരെയാണ്. ഡെമാക്കിന് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഈ പറഞ്ഞ 6 ടവേഴ്സിലും കൂടി ആയിട്ട് ടോട്ടൽ ഒരു 1000ഓളം യൂണിറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. സോ ഇതാണ് ഇതിലുള്ള മാറ്റം. അറൌണ്ട് ഒരു 100K ഒരു 200K കൊടുക്കാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ ആണ് ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ടൈപ്പ് ഓഫ് ആളുകളെയാണ് നിങ്ങൾ ക്ലൈന്റ് ബേസ് ആയിട്ട് കാണുന്നത്, അങ്ങനെയുള്ള ആളുകളായിരിക്കും, അതായത് ഇവിടെ ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ ആകുമ്പോൾ അങ്ങനെയുള്ള ആളുകളായിരിക്കും കൂടുതലായിട്ട് ഈ ഒരു സ്ഥലം പ്രിഫർ ചെയ്യുന്നുണ്ടാവും, ബിയോണ്ടിന്റെ കമ്മ്യൂണിറ്റി പ്രിഫർ ചെയ്യുന്നുണ്ടാവും. സോ ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം.